ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള PSCയുടെ 65-ാം വാർഷിക വിശേഷാൽ പതിപ്പിലെ കേരള ചരിത്രം എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളുമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ PSC പരീക്ഷകൾക്കും വളരെ ഉപയോഗപ്പെടുന്ന ഒരു ഭാഗമാണിത്. കാരണം മുമ്പ് നടന്നിട്ടുള്ള എക്സാമുകളിലേക്ക് പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് അവർ ഈ ഒരു വിശേഷാൽ പതിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ നല്ലൊരു ബുക്കാണ്. ഓക്കെ, നമുക്ക് LP UP പരീക്ഷകൾക്കും LGSനായപ്പോഴും വളരെ ഉപയോഗപ്പെടുന്ന പോയിന്റുകളാണ് ഇതിലുള്ളത്. നമുക്ക് ഒരു റിവിഷനായിട്ട് തന്നെ ഇത് ഉപയോഗപ്പെടുത്താം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും. ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗൽ. ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ്? പോർച്ചുഗൽ. കടൽമാർഗം യൂറോപ്പിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ നാവികൻ വാസ്കോ ഡ ഗാമ. കടൽമാർഗം യൂറോപ്പിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ നാവികൻ വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ കോഴിക്കോട്ടേക്ക് എത്തിയ കപ്പൽ ഏതാണ്? സാവോ ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ കോഴിക്കോട്ടേക്ക് എത്തിയ കപ്പൽ സാവോ ഗബ്രിയേൽ. സാവോ ഗബ്രിയേലിനെ കൂടാതെ വാസ്കോ ഡ ഗാമയുടെ സംഘത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സാവോ റാഫേൽ, സാവോ മിഗുവേൽ. സാവോ ഗബ്രിയേലിനെ കൂടാതെ വാസ്കോ ഡ ഗാമയുടെ സംഘത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകൾ ഏതൊക്കെയാണ്? സാവോ റാഫേൽ, സാവോ മിഗുവേൽ. കോഴിക്കോട്ടേക്കുള്ള സഞ്ചാരത്തിന് വാസ്കോ ഡ ഗാമയെ സഹായിച്ച ഗുജറാത്തി വ്യാപാരി ആരാണ്? അബ്ദുൾ മണിക്. കോഴിക്കോട്ടേക്കുള്ള സഞ്ചാരത്തിന് വാസ്കോ ഡ ഗാമയെ സഹായിച്ച ഗുജറാത്തി വ്യാപാരി അബ്ദുൾ മണിക്. വാസ്കോ ഡ ഗാമയുടെ സന്ദർശന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം നെടിയിരുപ്പ് സ്വരൂപം. വാസ്കോ ഡ ഗാമയുടെ സന്ദർശന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം. ആദ്യ സന്ദർശന വേളയിൽ ചരക്കുകൾക്കായി വാസ്കോ ഡ ഗാമ ആദ്യം സമീപിച്ച കേരളീയ രാജാവ് സാമൂതിരി. ആദ്യ സന്ദർശന വേളയിൽ ചരക്കുകൾക്കായി വാസ്കോ ഡ ഗാമ ആദ്യം സമീപിച്ച കേരളീയ രാജാവ് സാമൂതിരി. വാസ്കോ ഡ ഗാമയുടെ ആദ്യ സന്ദർശന വേളയിൽ ആവശ്യമായ ചരക്കുകൾ നൽകിയ കേരളീയ രാജാവ് കോലത്തിരി. വാസ്കോ ഡ ഗാമയുടെ ആദ്യ സന്ദർശന വേളയിൽ ആവശ്യമായ ചരക്കുകൾ നൽകിയ കേരളീയ രാജാവ് കോലത്തിരി രാജാവാണ്. വാസ്കോ ഡ ഗാമ 3 തവണയാണ് കേരള സന്ദർശനം നടത്തുന്നത്. മൂന്നാമത്തെ തവണ അദ്ദേഹം വൈസ്രോയി ആയിട്ടാണ് വരുന്നത്. മൂന്നാമത്തെ തവണ വരുമ്പോൾ അദ്ദേഹം കേരളത്തിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിന് അനുമതി നൽകിയ കേരളക്കരയിലെ ആദ്യത്തെ രാജാവ് ആരാണ്? കൊച്ചി രാജാവാണ്. ആരാണ്? കൊച്ചി രാജാവാണ്. പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിന് അനുമതി നൽകിയ കേരളക്കരയിലെ ആദ്യത്തെ രാജാവ് കൊച്ചി രാജാവാണ്. ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിൽ വാസ്കോ ഡ ഗാമ എത്ര മടങ്ങ് ലാഭമാണ് ഉണ്ടാക്കിയത്? 60 മടങ്ങാണ്. അദ്ദേഹം കേരളത്തിൽ ആദ്യമായിട്ട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് 60% ലാഭം കിട്ടി. 60% അല്ല, 60 മടങ്ങ്. ഓക്കെ, കേരളത്തിലേക്കുള്ള രണ്ടാമത്തെ യാത്രയിൽ വാസ്കോ ഡ ഗാമയുടെ കപ്പൽ അടുപ്പിച്ച ദ്വീപ് അഞ്ചുദ്വീപാണ്. രണ്ടാമത്തെ തവണ അദ്ദേഹം അഞ്ചുദ്വീപിലാണ് അദ്ദേഹത്തിന്റെ കപ്പൽ അടുപ്പിച്ചത്. വാസ്കോ ഡ ഗാമ വൈസ്രോയായി കേരളത്തിലെത്തിയ വർഷം 1524 പ്രത്യേകം നോട്ട് ചെയ്തോളൂ. അദ്ദേഹം വൈസ്രോയി ആയിട്ട് വരുക. വാസ്കോ ഡ ഗാമ മൂന്നാമത്തെ സന്ദർശനത്തിൽ വൈസ്രോയി ആണ്. 1524 ഓക്കെ. വാസ്കോ ഡ ഗാമയുടെ മരണം ഏത് വർഷമാണ്? 1524 തന്നെയാണ്. അദ്ദേഹം 1524 അദ്ദേഹത്തിന്റെ അവസാനത്തെ വിസിറ്റ് കേരളത്തിലേക്ക്. ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 1500 മുതൽ 16
വർഷക്കാലം മലബാറിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായ ഗ്രന്ഥകാരനാണ് ബർബോസ. 1500 മുതൽ 16 വർഷക്കാലം മലബാറിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായ ഗ്രന്ഥകാരനാണ് ബർബോസ. ബ്ലൂ വാട്ടർ പോളിസിയുമായി ബന്ധപ്പെട്ട ഭരണാധികാരി. ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? നീല ജലനയം. ആരാണ്? അൽമേഡയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഭരണാധികാരി ആരാണ്? അൽമേഡയാണ്. ബ്ലൂ വാട്ടർ പോളിസിയുമായി ബന്ധപ്പെട്ടത് ആരാണ്? അൽമേഡയാണ്. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ ആരാണ്? അൽബുക്കർക്ക്. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ എന്നറിയപ്പെടുന്നത് ആരാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്? അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാർ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ആധിപത്യം തകർത്ത യൂറോപ്യൻ ശക്തി. പോർച്ചുഗീസുകാർക്ക് ശ്രീലങ്കയിലും ആധിപത്യം ഉണ്ടായിരുന്നത് തകർത്തത് ആരാണ്? ഡച്ചുകാരാണ് പോർച്ചുഗീസുകാരുടെ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ആധിപത്യം തകർത്തത്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി ഏതാണ്? പ്രത്യേകം ഓർത്തോളുക, അവസാനമായിട്ട് നമ്മുടെ ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി ഏതാണ്? പോർച്ചുഗീസുകാരാണ്. വർഷം കൂടെ ഓർത്തോളുക, 1961. ഓക്കെ. പോർച്ചുഗീസുകാരെ ഡച്ചുകാർ കൊച്ചിയിൽ നിന്ന് പുറത്താക്കിയത്. ഡച്ചുകാർ എവിടെ നിന്നാണ്? കൊച്ചിയിൽ നിന്ന് പുറത്താക്കിയത്. കൊച്ചിയിൽ നിന്ന് പുറത്താക്കിയത് ഏത് വർഷമാണ്? 1663. ഡച്ചുകാർ ഇന്ത്യയിലേക്ക് വരാൻ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയ സഞ്ചാരി ആരാണ്? ലിൻഷോട്ടനാണ്. ആരാണ്? ലിൻഷോട്ടൻ. ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം കൊച്ചിയിലെത്തിയത് AD 1604. ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം എവിടെയാണ്? കൊച്ചിയിൽ. ആദ്യത്തെ കപ്പൽ സമൂഹം കൊച്ചിയിലെത്തിയത് AD 1604. കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാരെ ഏത് വർഷം വെളിയിലിറക്കി? 1663. 1604 സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെട്ട ഡച്ച് സംഘത്തെ നയിച്ച അഡ്മിറൽ ആരാണ്? സ്റ്റീവൻ വാൻഡർ ഹേഗനാണ്. 1604 സാമൂതിരിയുമായി ആരുമായിട്ടാണ്? സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെട്ട ഡച്ച് സംഘത്തെ നയിച്ച അഡ്മിറൽ ആരാണ്? സ്റ്റീവൻ വാർഡർ ഹേഗനാണ്. ഡച്ചുകാർ ആദ്യ ഉടമ്പടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരി ആരാണ്? സാമൂതിരിയാണ്. ഡച്ചുകാർ ആദ്യം ഉടമ്പടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരി സാമൂതിരിയാണ്. ഇപ്പൊ ഇവിടെ ഓർത്തോളണം, നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, ആദ്യ സന്ദർശന വേളയിൽ ചരക്കുകൾക്കായി വാസ്കോഡ ഗാമ ആദ്യം സമീപിച്ച കേരളീയ രാജാവ് ആരാണ്? സാമൂതിരിയാണ്. ഇവിടെ ഡച്ചുകാർ ആദ്യ ഉടമ്പടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരി സാമൂതിരിയാണ്. കേരളത്തിൽ നാടുവാഴികളുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെട്ട ആദ്യ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. കേരളത്തിൽ നാടുവാഴികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട ആദ്യത്തെ യൂറോപ്യൻ ശക്തി ഏതാണ്? ഡച്ചുകാരാണ്. ഓക്കെ. 1555 കൊച്ചി രാജാവ് വീരകേളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരിയിൽ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം 1663 ഡച്ചുകാർ പുതുക്കി പണിതതിനെ തുടർന്ന് അത് അറിയപ്പെട്ടത് എങ്ങനെയാണ്? ഡച്ച് കൊട്ടാരമെന്നാണ്. അപ്പോൾ കൊച്ചി രാജാവിന് ആര് പണിഞ്ഞു കൊടുത്തതാണ്? പോർച്ചുഗീസുകാർ. അത് പിന്നീട് അത് ഡച്ചുകാര് എന്ത് ചെയ്തു? പുതുക്കി പണിതു. ഏത് വർഷം? 1663. അപ്പോൾ അത് പിന്നീട് എങ്ങനെ അറിയപ്പെട്ടു? ഡച്ചു കൊട്ടാരം എന്നറിയപ്പെട്ടു. ഓക്കെ. തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂർ സൈന്യം ആരെ തോൽപ്പിച്ചു?
ഡച്ചുകാരെ തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം കുളച്ചൽ യുദ്ധം പ്രധാനപ്പെട്ടതാണ്. ഏത് വർഷമാണ്? 1741. കുളച്ചൽ യുദ്ധത്തിൽ കീഴടങ്ങിയ ഡച്ചു സേനാധിപനായ ആരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പുനഃസംഘടിപ്പിച്ചത്? ഡിലനോയി, ക്യാപ്റ്റൻ ഡിലനോയി. നോക്കിക്കേ, കുളച്ചൽ യുദ്ധത്തിൽ കീഴടങ്ങിയ ഡച്ചു സേനാധിപനായ ആരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ്? ഡിലനോയി. മാർത്താണ്ഡവർമ്മ എന്താ ചെയ്തത്? മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പുനഃസംഘടിപ്പിച്ചു. ആരുടെ സഹായത്തോടെയാണ്? ഡിലനോയിയുടെ സഹായത്തോടെ. ഓക്കെ. പാലിയത്തച്ഛന്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി രാജ്യത്ത് പ്രധാനമന്ത്രിയായി നിയമിച്ച ഡച്ച് ഉദ്യോഗസ്ഥനാണ് ഹെൻറിക് റിൻസർ. പാലിയത്തച്ഛന്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി രാജ്യത്ത് പ്രധാനമന്ത്രിയായി നിയമിച്ച ഡച്ച് ഉദ്യോഗസ്ഥൻ ഹെൻറിക് റിൻസ്. സാമൂതിരിയുമായി അഴീക്കോട് സന്ധിയിൽ ഏർപ്പെട്ട യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. സാമൂതിരിയുമായി അഴീക്കോട് സന്ധിയിൽ ഏർപ്പെട്ട യൂറോപ്യൻ ശക്തി ഏതാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ. മാർത്താണ്ഡവർമ്മയുമായുള്ള അധികാര തർക്കത്തിൽ കൊട്ടാരക്കര റാണിയുടെ പക്ഷം പിടിച്ച് ഇടപെടലുകൾ നടത്തിയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. മാർത്താണ്ഡവർമ്മയുമായുള്ള അധികാര തർക്കത്തിൽ കൊട്ടാരക്കര റാണി അവരുടെ പക്ഷം ചേർന്ന് ഇടപെടലുകൾ നടത്തിയത് ആരാണ്? ഡച്ചുകാർ. എത്ര വർഷമാണ് കൊച്ചിയിൽ ഡച്ച് മേധാവിത്വം ഉണ്ടായിരുന്നത്? 132 വർഷമാണ്. 132 വർഷത്തോളം ഡച്ച് മേധാവിത്വം എവിടെ ഉണ്ടായിരുന്നു? കൊച്ചിയിൽ ഉണ്ടായിരുന്നു. 1663 മുതൽ 1795 വരെ. ഡച്ചുകാർ കേരളത്തിൽ നിന്ന് നിശ്ശേഷം ഒഴിഞ്ഞുപോയത് 1795. കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് ആണ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ ഇമ്പോർട്ടൻ്റ് ആണ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച്. എത്രാം ശതകത്തിലാണ് ഇംഗ്ലീഷുകാർ വ്യാപാരത്തിന് ആദ്യമായി കേരളത്തിലെത്തിയത്? 17. എത്രാം ശതകത്തിലാണ് ഇംഗ്ലീഷുകാർ വ്യാപാരത്തിന് ആദ്യമായി കേരളത്തിലെത്തിയത്? 17. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയ വർഷം? പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇംഗ്ലീഷുകാരനായ ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയത് 1615. സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് ആര്? ക്യാപ്റ്റൻ കീലിംഗ്. ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ്. ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ താവളം വിഴിഞ്ഞമാണ്. ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ താവളം വിഴിഞ്ഞമാണ്. 1644 വിഴിഞ്ഞത്ത് ഇംഗ്ലീഷുകാർക്ക് ആദ്യത്തെ ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി നൽകിയത് ആരാണ്? വീര രവിവർമ്മയാണ്. വേണാട് രാജാവായ വീര രവിവർമ്മയാണ് 1644 വിഴിഞ്ഞത്ത് ഇംഗ്ലീഷുകാർക്ക് ആദ്യത്തെ ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി നൽകിയത്.
അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അതുപോലെ തന്നെ ആറ്റിങ്ങൽ കലാപം സംഘടിച്ച് അല്ലേ 1721. അങ്ങനെ ഓർക്കണം അതെ. ഓക്കെ. തലശ്ശേരിയിൽ പാണ്ഡികശാല നിർമ്മിക്കുന്നതിനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് 1682 ഏത് വർഷമാണ്? 1682. തലശ്ശേരിയിൽ പാണ്ഡികശാല നിർമ്മിക്കുന്നതിനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് 1682 ലഭിച്ചത് ഏത് ഭരണാധികാരിയിൽ നിന്നാണ്? കോലത്തിരി രാജാവിൻ്റെ എന്നാണ്. തലശ്ശേരിയിൽ പാണ്ഡികശാല നിർമ്മിക്കുന്നതിനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് 1682 ലഭിച്ചത് ഏത് ഭരണാധികാരിയിൽ നിന്നാണ്? കോലത്തിരി. മലബാറിലെ ഭരണം ചിട്ടപ്പെടുത്താൻ എത്തിയ ഇംഗ്ലീഷ് കമ്മീഷണർമാരുടെ ആസ്ഥാനം എവിടെയാണ്? തലശ്ശേരി. മലബാറിലെ ഭരണം ചിട്ടപ്പെടുത്താൻ എത്തിയ ഇംഗ്ലീഷ് കമ്മീഷണർമാരുടെ ആസ്ഥാനം എവിടെയാണ്? തലശ്ശേരി. ഏത് യുദ്ധത്തിലേറ്റ പരാജയത്തെ തുടർന്നാണ് ടിപ്പു സുൽത്താൻ മലബാറിനെ ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഏത് യുദ്ധത്തിലേറ്റ പരാജയത്തെ തുടർന്നാണ് ടിപ്പു സുൽത്താൻ മലബാറിനെ ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത്? 1792. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി 1792. ഓക്കെ. ബ്രിട്ടീഷ് മലബാറിന്റെ ആസ്ഥാനമായിരുന്ന പട്ടണം? കോഴിക്കോട്. ബ്രിട്ടീഷ് മലബാറിന്റെ ആസ്ഥാനമായിരുന്ന പട്ടണം കോഴിക്കോട്. കേരളക്കരയിൽ പരാജിതനായ ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചത് ആർക്കാണ്? ഇംഗ്ലീഷുകാർക്കാണ്. കേരളക്കരയിൽ പരാജിതനായ ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചത് ആർക്കാണ്? ഇംഗ്ലീഷുകാർക്കാണ്. ഏത് വർഷം വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് വില്യം ലോഗൻ രചിച്ച മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? 1885. 1885. ഈ വർഷത്തിലൊരു പ്രത്യേകതയുണ്ടല്ലോ. എന്താണ്? പറഞ്ഞേ. ഏത് വർഷം വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് വില്യം ലോഗൻ രചിച്ച മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? വില്യം ലോഗൻ. ഓർക്ക, വില്യം ലോഗൻ്റേതാണ് മലബാർ മാനുവൽ. അതിനകത്ത് ഏത് വർഷം വരെ പറഞ്ഞിട്ടുണ്ട്? 1885. ANC രൂപീകരണമല്ലേ? മലബാർ കുടിയാന്മാ നിയമം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ? മലബാർ കുടിയാന്മാ നിയമം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷൻ. ലോഗൻ കമ്മീഷൻ. തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് നല്ല രീതിയിൽ വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. മലബാർ കുടിയാന്മാ നിയമം നടപ്പാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ? ലോഗൻ കമ്മീഷൻ. ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാറിലെ ഭരണം ക്രമീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ജോയിന്റ് കമ്മീഷണർമാർ. ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാറിലെ ഭരണം ക്രമീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ആരെയാണ്? ജോയിന്റ് കമ്മീഷണർമാർ. ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാർ പ്രദേശത്തെ ഭരണം ചിട്ടപ്പെടുത്താൻ കമ്മീഷണർമാർ എത്തിയത് ഏത് വർഷത്തിലാണ്?
1792. ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം തന്നെയാണ്. മലബാർ പ്രദേശത്തെ ഭരണം ചിട്ടപ്പെടുത്താൻ കമ്മീഷണർമാർ എത്തിയത് 1792. മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ട് ഏതായിരുന്നു? ജോയിന്റ് കമ്മീഷണേഴ്സ് റിപ്പോർട്ട്. മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ട് ഏതാണ്? ജോയിന്റ് കമ്മീഷണേഴ്സ് റിപ്പോർട്ട് 1792-93. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയ്ക്കെതിരെ കലാപത്തിൽ കുറിച്യർക്കൊപ്പം പങ്കെടുത്ത ഗോത്ര വിഭാഗം. കുറുമ്പർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയ്ക്കെതിരെ കലാപത്തിൽ കുറിച്യർക്കൊപ്പം പങ്കെടുത്തത് ആരാണ്? കുറുമ്പറാണ്. തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് ഏതു വർഷത്തിലാണ്? AD 1795. തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് AD 1795. വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാരാണ്. പോർച്ചുഗൽ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. കേരളത്തിലെ മയ്യഴി ഏത് വിദേശ കമ്പനിയുടെ അധിനിവേശ പ്രദേശമായിരുന്നു? ഫ്രഞ്ച്. അപ്പോൾ മയ്യഴി എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രദേശം ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്നു. ഫ്രഞ്ചുകാർക്ക് 1763 ശേഷം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഏക പ്രദേശം എന്ന് പറയുന്നത് മയ്യഴിയാണ്. മാഹി മഹാജനസഭ രൂപവത്കൃതമായത് 1938. ആരുടെ നേതൃത്വത്തിലുള്ള മാഹി മഹാജനസഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത്? മാഹിയിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത് ആരുടെ പ്രവർത്തനങ്ങളാണ്? IK കുമാരൻ മാസ്റ്ററുടെ. ആരുടെയാണ്? IK കുമാരൻ മാസ്റ്റർ. മാഹി മഹാജനസഭ രൂപവത്കൃതമായത് 1938. ആരുടെ നേതൃത്വത്തിലുള്ള മാഹി മഹാജനസഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത്? IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി. അപ്പൊ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരായിരിക്കും? IK കുമാരൻ മാസ്റ്റർ ആണ്. ഇന്ത്യയിൽ പുകയില ഉണ്ടെന്ന് ആരാ? പുകയില പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. അപ്പോൾ പുകയില കൃഷി പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി. കൊച്ചിയില് സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത്. കശുമാവ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കശുമാവ്. ചവിട്ടുനാടകത്തെ ജനകീയ കലാരൂപമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന യൂറോപ്യൻ ശക്തി. ചവിട്ടുനാടകം പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചവിട്ടുനാടകം ആരുടെയാണ്? കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഇഞ്ചി തുടങ്ങിയ കേരളീയ ഉൽപ്പന്നങ്ങൾ നേരിട്ടയച്ച അവയ്ക്ക് യൂറോപ്പിൽ പ്രചാരമുണ്ടാക്കിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പ്രത്യേകം ഒന്ന് നോക്കിക്കോണേ. ഏതൊക്കെയാണ്? കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഇഞ്ചി. ഇവയൊക്കെ എന്തോ ചെയ്തു? അവരെ അങ്ങ് കൊണ്ടുപോയിട്ട് അവിടെ കൂടുതൽ പ്രചാരമുണ്ടാക്കി. അതുകൊണ്ടാണ് ഉള്ളവരെല്ലാം നമ്മുടെ ഈ കേരളത്തിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിലേക്കും ഒക്കെ വന്നത്. ശാസ്ത്രീയമായ രീതിയിൽ തെങ്ങു കൃഷിയും നെൽകൃഷിയും കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ച യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. അപ്പോൾ ശാസ്ത്രീയമായി എന്താണ്? തെങ്ങ് കൃഷിയും നെൽകൃഷിയും. അവരെ കൊണ്ട് നമുക്ക് ദോഷം ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെ ഗുണവും ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ തെങ്ങ് കൃഷിയും നെൽകൃഷിയും കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ച യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടം 1842 ബ്രിട്ടീഷുകാർ ആരംഭിച്ച സ്ഥലം നിലമ്പൂർ. ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടം എവിടെയാണ്? 1842 ബ്രിട്ടീഷുകാർ ആരംഭിച്ചത് നിലമ്പൂരാണ്. നിലമ്പൂർ തേക്ക് തോട്ടം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ മലബാർ കളക്ടർ HV കൊനോലിയാണ്. ഇതൊക്കെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അപ്പോൾ ഓർത്ത് വെച്ചേക്കണേ. നിലമ്പൂരിൽ തേക്ക് തോട്ടം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ മലബാർ കളക്ടർ HV കൊനോലി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വിദേശ ശക്തി ബ്രിട്ടീഷുകാർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വിദേശ ശക്തി ബ്രിട്ടീഷുകാർ. മലബാറിലെ ജലഗതാഗതം സുഗമമാക്കിയ മലബാർ കളക്ടർ കൊനോലി. മലബാറിലെ ജലഗതാഗതം സുഗമമാക്കിയ മലബാർ കളക്ടർ കൊനോലിയാണ്. ഏഷ്യയിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടി. ഏഷ്യയിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടിയെ കുറിച്ച് നമുക്ക് അല്ലാതൊരു കാര്യം അറിയാമല്ലോ. പഴശ്ശിയുദ്ധത്തിൽ ഒരുപാട് നാശനഷ്ടമുണ്ടായ സ്ഥലമാണല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് PSCയുടെ വിശേഷാൽ പതിപ്പിൽ കേരള ചരിത്രത്തിൽ യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്ക് നോക്കാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.